പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുരേഷിൻ്റെ ഒരു കാർട്ടൂൺ സമാഹാരം ഔപചാരികമായി പ്രകാശനം ചെയ്യാൻ സാധിച്ചത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ചിത്രം വരയ്ക്കണോ, കാർട്ടൂൺ വരയ്ക്കണോ, കഥ എഴുതണോ എന്ന് കൃത്യമായി ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതിരുന്ന, വളരെ ഒരു നവയുവാവായിരുന്ന കാലം തൊട്ടേ സുരേഷിനെ എനിക്കറിയാം. അധ്യാപകൻ, ചെറിയൊരു വിദ്യാലയത്തിലെ അധ്യാപകൻ. എല്ലാ സിദ്ധികളുമുണ്ട്, എഴുതണമെന്നുണ്ട്, വരയ്ക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാർട്ടൂണിലേക്ക് സുരേഷ് കടന്നു ചെല്ലുന്നത്. കാർട്ടൂൺ എന്ന് പറയുന്ന ലോകത്തിൽ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയ സ്ഥലം തലസ്ഥാന നഗരിയായ ഡൽഹി തന്നെയാണ് എന്ന് സുരേഷിനോട് ഞാൻ അഭിപ്രായപ്പെടുന്നത്. സുരേഷ് ഡൽഹിയിലെത്തി. സുരേഷിൻ്റെ കാർട്ടൂണുകൾ ആളുകൾ ശ്രദ്ധിച്ചു. സ്റ്റേറ്റ്സ്മാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ സ്ഥിരമായിട്ട് വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഡൽഹിയിലെ കാർട്ടൂണിസ്റ്റുകളുടെ കൂട്ടത്തിൽ നവാഗതനായ സുരേഷിനും അംഗീകാരം കിട്ടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നീട് ഞാൻ ഡൽഹിയിൽ പോകുമ്പോഴൊക്കെ സുരേഷിനെ തേടിപ്പിടിച്ച് കാണാറുണ്ട്. ഇവിടെ സ്റ്റേറ്റ്സ്മാനൊന്നും നമുക്കിവിടെ അധികം വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സുരേഷിൻ്റെ രചനകളെ ശ്രദ്ധിക്കാറുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാർട്ടൂണിസ്റ്റുകളെ നമ്മളുടെ പത്രലോകത്തിന് നൽകിയിട്ടുള്ള സംസ്ഥാനം കേരളമാണെന്ന് തോന്നുന്നു. വളരെ ശ്രദ്ധേയരായ കാർട്ടൂണിസ്റ്റുകൾ. ശങ്കർ മുതൽക്ക് അബു എബ്രഹാം, പഴയകാലത്തെ കുട്ടി, അങ്ങനെ ഒ വി വിജയൻ, അങ്ങനെ ഒരുപാട് കാർട്ടൂണിസ്റ്റുകൾ നൽകിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരിക്കൽ ഞാൻ അബു എബ്രഹാമിനോട് ചോദിക്കണ്ടായി, മലയാളി എന്ന് പറയുന്നത് അദ്ദേഹം അധികകാലം പുറത്തായിരുന്നു, ഇന്ത്യക്ക് പുറത്ത്. പിന്നീടാണ് ഡൽഹിയിൽ വന്നത്, പിന്നീടാണ് കേരളത്തിൽ സ്ഥിരതാമസാക്കിയത്. ഈ മലയാളി സ്വതവേ വളരെ ഗൗരവപ്രകൃതക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് താമസം തുടങ്ങിയപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു നല്ല കലാപരിപാടി നടന്ന് അതിലെ ഒരു കീർത്തനോ രാഗം പാടിയിട്ടൊരു സംഗീതജ്ഞൻ നോക്കിയാൽ വളരെ പ്രയാസപ്പെട്ട് ലുബ്ധിച്ചിട്ട് 4-5 പേര് കൈയടിക്കും. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ എന്തെങ്കിലും അഭിനന്ദനം കൊടുക്കുക. അദ്ദേഹം പറയുകയും ചെയ്തു. നേരെ മറിച്ച് രാഷ്ട്രീയ സമ്മേളനങ്ങളിലൊക്കെ ആവശ്യമില്ലാത്തടത്തും ഭയങ്കരമായ കയ്യടികൾ വരും. നേരെ മറിച്ച് ഒരു കലാപരിപാടി നടക്കുന്നു, നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. എന്ന സമയത്ത് മലയാളികൾ വളരെ പിശുക്കിയിട്ടാണ് കൈയടിക്കുള്ളൂ. പിന്നെ പലയിടത്തും അദ്ദേഹം കുറേ അനുഭവങ്ങൾ അങ്ങനെ പറയുണ്ടായി. അദ്ദേഹം MP ഒക്കെ ആയിരുന്നല്ലോ, രാജ്യസഭാ അംഗമൊക്കെ ആയിരുന്നു. ഇപ്പം എറണാകുളത്ത് ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ വന്നു. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ MP മാർക്ക് വളരെ വളരെ ചെറിയ ഇതിൽ താമസിക്കാം. അപ്പോൾ നല്ല സ്ഥലം, നല്ല മുറി, നല്ല ഭക്ഷണം. അദ്ദേഹത്തിനും ഭാര്യയുണ്ടായിരുന്നു. വളരെ തൃപ്തിയായി. പിറ്റേന്ന് അതേ സ്ഥലത്ത് ഊണ് കഴിക്കാൻ ചെന്നപ്പോൾ തലേന്ന് ഒരാൾ ഇദ്ദേഹത്തെ ഏകദേശം മനസ്സിലാക്കിയിട്ടായിരിക്കാം, പുറമേ നിന്ന് വരുന്ന ഒരാളാണ്, ഭാര്യ വിദേശിയാണ്. അപ്പോൾ പ്രത്യേകം താല്പര്യത്തോടു കൂടി ഇദ്ദേഹത്തിന് വിളമ്പുകയൊക്കെ ചെയ്തു. പിറ്റേന്ന് ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നപ്പോൾ വെറുതെ ചോദിച്ചു, അല്ല ഇന്നലത്തെ വേറെ കണ്ടില്ല, അപ്പോൾ ഈ വിളമ്പുന്ന ആൾ പറഞ്ഞു, ആ വല്ലാതെ ഭവ്യത കാട്ടുന്ന ആളല്ലേ, അയാൾ ഇന്ന് ലീവാ. ഇങ്ങനെ അദ്ദേഹം കുറേ കഥകൾ കേരളത്തിലെ അനുഭവങ്ങളെ പറ്റിയിട്ട് പറയണ്ടേ. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നിട്ടും കേരളത്തിൽ നിന്ന് ശങ്കർ മുതൽക്ക് ഇങ്ങോട്ടുള്ള ഒരുപാട് ഇന്ത്യ അറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റുകളുണ്ടത്. അപ്പം അദ്ദേഹം പറഞ്ഞു, പക്ഷേ കേരളത്തിന് വലിയ ഒരു നർമ്മത്തിൻ്റെ പാരമ്പര്യമുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ശരിയാണ്. തോലൻ, കുഞ്ചൻ നമ്പ്യാർ, അങ്ങനത്തെ നമ്മളുടെ ക്ലാസിക്കുകളിൽ വലിയ ഒരു ഹാസ്യത്തിൻ്റെയോ നർമ്മത്തിൻ്റെയോ പാരമ്പര്യം നമുക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം കേരളത്തിൽ നിന്ന് ഇത്രയധികം. പിന്നെ അത് മാത്രമല്ല, കേരളമാണ് ഏറ്റവും അധികം പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റ്.
ഇന്ത്യയിൽ കാർട്ടൂണിംഗ് എന്ന് വെച്ചാൽ കൂടുതലായിട്ടും പൊളിറ്റിക്കൽ കാർട്ടൂണിങ്ങാണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളായിരിക്കും. അപ്പോൾ കൂടുതലായിട്ടുള്ള പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ട്. പൊളിറ്റിക്സാണ് ഇവിടെ കൂടുതലായിട്ട് കാർട്ടൂണിന് വിഷയമാകുന്നത്. അതുകൊണ്ടായിരിക്കാം കേരളത്തിൽ നിന്ന് ഇത്രയധികം കാർട്ടൂണിസ്റ്റുകൾ വരുന്നത്. അപ്പോൾ ഏതായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഒരു കാർട്ടൂണിൽ അധികമൊന്നും ബലൂണിൽ വാക്കുകളില്ലാതെ തന്നെ പറയാൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കാർട്ടൂണിസ്റ്റിന് കഴിയും. അതാണ് കാർട്ടൂണിസ്റ്റിൻ്റെ ഏറ്റവും വലിയ സിദ്ധി. ചിലപ്പോൾ അതേപോലെ സമകാലീനമായ പല കാര്യങ്ങളും നമുക്ക് പറയണമെന്നുണ്ടായിരുന്നു, നമ്മൾ തോന്നിയതായിരുന്നു എന്ന് തോന്നുന്ന പലതും. ആർ.കെ. ലക്ഷ്മണൻ്റെ ഈ സാധാരണക്കാരനെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രം ഉണ്ടല്ലോ, യു സെഡ് ഇറ്റ്, നമുക്കൊക്കെ പറയണമെന്ന് തോന്നിയതായിരുന്നു. അത് എല്ലാറ്റിനും സാക്ഷിയായിട്ട് ഒരാൾ നിന്നിട്ട് അത് മനസ്സിൽ കൊള്ളുന്നു, അത് പറയുന്നു. അപ്പം അങ്ങനെ ഇന്ത്യയിലെ ഈ ഒരുപാട് വലിയ കാർട്ടൂണിസ്റ്റുകളുണ്ടായ സ്ഥലത്ത് കേരളം വളരെ വലിയ ഒരു സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ്. ആ കാർട്ടൂണിസ്റ്റുകളുടെ പരമ്പരയിലേക്ക് നമുക്ക് സുരേഷും കടന്നു ചെന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇവിടെയും സുരേഷ് കാർട്ടൂണിസ്റ്റുകളിലേക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. സുരേഷിൻ്റെ കാർട്ടൂണുകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു ദേശീയ തലത്തിൽ കൂടുതലായിട്ട് ഇനിയും സുരേഷിൻ്റെ കാർട്ടൂണുകൾക്ക് ആവശ്യക്കാരുമുണ്ട്. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇനിയും തലസ്ഥാന നഗരിയിലേക്ക് തന്നെ തൻ്റെ പ്രവർത്തന രംഗം മാറ്റാം. ഏതായാലും ഈ കാർട്ടൂണുകൾ സാധാരണ അധികം പുസ്തക രൂപത്തിൽ വരാറില്ല. ഈ മിറാൻഡയുടെ കാർട്ടൂണുകൾ വന്നിട്ടുണ്ട്, ലക്ഷ്മണൻ്റെ വന്നിട്ടുണ്ട്. മറിയോവിൻ്റെ ഗോവയിലെ കലാ അക്കാദമിയിൽ പ്രാധാന്യത്തോടുകൂടി വച്ചിരിക്കുന്നത് മറിയോവിൻ്റെ കാർട്ടൂണുകളാണ്. വളരെ വലിയ സൈസിലേക്ക് ബ്ലോ അപ്പ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഗോവക്കാരനായ മറിയോവിനെ പറ്റിയിട്ട് അവർക്ക് അത്ര വലിയ അഭിമാനമുണ്ട്. അങ്ങനെ നമ്മുടെ കാർട്ടൂണിസ്റ്റുകൾക്ക് ഒക്കെ തന്നെയും അവരാദ്യത്തെ ആ ഒരു മുന്നോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് കഴിയുമ്പോൾ അവരെ പത്രങ്ങൾ അംഗീകരിക്കുന്നു, വായനക്കാർ അംഗീകരിക്കുന്നു. അവരെന്തു പറയുന്നു എന്നുള്ളത് കാർട്ടൂണുകൾക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നു. ഇന്നയാളുടെ കാർട്ടൂൺ ഇന്നലെ കണ്ടില്ലേ, അതിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് ആളുകൾ ഉദ്ധരിക്കുന്നു. അപ്പോൾ കാർട്ടൂണിന് വലിയ ഒരു പ്രസക്തിയും പ്രാധാന്യമുണ്ട്. അങ്ങനത്തെ ഒരു സമയത്ത് ഈ സുരേഷിൻ്റെ കുറേ കാർട്ടൂണുകൾ ഒരു സമാഹാരമായിട്ട് പ്രസിദ്ധീകരിക്കാൻ തുനിഞ്ഞ സുരേഷിൻ്റെ സുഹൃത്തുക്കൾക്ക് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരൊരു നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്. സുരേഷിന് ഇനിയും ധാരാളം വരയ്ക്കാൻ പറ്റും. സുരേഷ് ഒരു നൈമിഷികമായ താൽക്കാലത്തേക്കൊന്ന് രസിക്കാനോ ചിരിക്കാനോ ഉള്ള ഞാൻ കണ്ടിടത്തോളം കാർട്ടൂണുകളിൽ തൽക്കാലം ഒന്ന് നമ്മളെ ചിരിപ്പിക്കുന്നു. മറിയോ ഒക്കെ ആ രീതിയിലാണ്. മറിയോ വളരെ ഗൗരവമേറിയ കാർട്ടൂണുകൾ വരയ്ക്കും, പക്ഷേ കൂടുതലായിട്ടും തൽക്കാലം ഒന്ന് നമ്മളെ ചിരിപ്പിക്കുക എന്നുള്ളതൊരു ലക്ഷ്യമാണ്. പക്ഷേ ഇത് വലിയ ചിരി നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ തന്നെ നമ്മളുടെ ചിന്തയെ തൊട്ട് നിർത്തുക, നമ്മുടെ മനസ്സിൻ്റെ അകത്തലത്തിലേക്ക് ഇത് ചോദ്യങ്ങൾ എടുത്തെറിയുക, ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ കണ്ട് ആസ്വദിച്ചപ്പോഴൊക്കെ സുരേഷിൻ്റെ കാർട്ടൂണുകളിൽ നിന്ന് കിട്ടുന്നത്. വലിയ സാമൂഹിക വിമർശനമുണ്ട്, രാഷ്ട്രീയ വിമർശനമുണ്ട്. നമുക്ക് തന്നെ ഇതാണല്ലോ സത്യം എന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളെയാണ് സുരേഷ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സുരേഷിൻ്റെ ഈ പുസ്തകത്തിന് മാത്രമല്ല, സുരേഷിൻ്റെ ഈ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഇനിയും സുരേഷ് ധാരാളം വരയ്ക്കാൻ സാധ്യതയുണ്ടാവട്ടെ. നാഷണൽ മീഡിയയിലൊക്കെ ഇന്നും സുരേഷിൻ്റെ കാർട്ടൂണുകൾക്ക് നാഷണൽ ഡെയിലികളൊക്കെ ആവശ്യക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയൊക്കെ പലയിടത്തും സ്റ്റാഫിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ പലതും പറയുന്ന കൂട്ടത്തിൽ അക്കാലത്ത് സ്റ്റേറ്റ്സ്മാനിൽ വന്നിരുന്ന സുരേഷിൻ്റെ കാർട്ടൂണുകളെ പറ്റി എന്നോടൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു. എന്തായാലും ഇനിയും വരയ്ക്കാൻ സാധിക്കട്ടെ, നമ്മളുടെ ചിന്തകളെ തൊട്ടുണർത്താൻ സാധിക്കട്ടെ. ഇപ്പോൾ കാർട്ടൂണുകളിലെ നൈമിഷികമായ വിനോദം നൽകുന്ന കാർട്ടൂണുകൾ ഒരു വശത്തുണ്ട്.
അതിനപ്പുറത്തും നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്ന, നമ്മെ ഇതാണല്ലോ സത്യം എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങൾ നമ്മളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിലൊക്കെ തന്നെയുണ്ട്. ആ നിമിഷങ്ങളെ കണ്ടെടുക്കാൻ സുരേഷിന് സാധിക്കുന്നു എന്നുള്ളതാണ് സുരേഷിൻ്റെ ഏറ്റവും വലിയ സിദ്ധി. ആ സിദ്ധി ഇനിയും വികസിക്കട്ടെ. ഈ പുസ്തകത്തിനും സുരേഷിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി.